എൻട്രൻസ് ഫിസിക്സ്. ഇത് റെഗുലർ ആയിട്ട് ഇപ്പോൾ +2 പഠിക്കുന്നവർക്ക് ഇപ്പോഴേ നോക്കാം. കാരണം ഇതിലെ പല ചോദ്യവും ബോർഡ് എക്സാമിനേഷനും ചോദിക്കാം. ഈ രീതിയിലായിരിക്കണമെന്നില്ലെന്നേ ഉള്ളൂ. ചോയ്സസും തന്നും ചോദിക്കാം, അല്ലെങ്കിൽ സെൻസ് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിൽ. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് ട്രൂ അബൌട്ട് ലോറൻസ് electric force Fe, F subscript E, suffix E, and magnetic force Fm, F suffix M, on a charged particle. Electric force Fe equals E into Q. Magnetic force BQV sin theta. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയല്ലാത്തത്? ചോയ്സ് എ, ക്യാപിറ്റൽ ഇ ആൻഡ് Fe ആർ പാരലൽ ടു ഈച്ച് അതർ, വേറാസ് ബി, ക്യാപിറ്റൽ ബി, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, ആൻഡ് മാഗ്നറ്റിക് Fm ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അത് ശരിയാണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് എപ്പോഴും, ചാർജിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എപ്പോഴും ഫീൽഡിന് പാരല്ല. പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സ് ബിക്ക് പെർപെൻഡിക്കുലറാണ്, ബിക്കും വിക്കും പെർപെൻഡിക്കുലർ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബി, ബോത്ത് എഫ് ഇലക്ട്രിക്കൽ ആൻഡ് എഫ് മാഗ്നറ്റിക്, Fe ആൻഡ് Fm പെർഫോം വർക്ക്. അത് ശരിയല്ല. മാഗ്നറ്റിക് ഫോഴ്സ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറാണ്. വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഫോഴ്സ് വന്നാൽ വർക്ക് എപ്പോഴും സീറോയാ. Fs cos θ cos 90 0. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് വർക്ക് ചെയ്യും, പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് സീറോയാ. എങ്കിലും ഞാൻ അടുത്ത ചോയ്സ്, അപ്പോൾ ഇതാ ഇവിടുത്തെ ആൻസർ ബി. C, both Fe and Fm are produced when a charged particle moves at constant velocity. അത് തെറ്റായിട്ട് ധരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ചലിച്ചാൽ ഇലക്ട്രിക് ഫോഴ്സും ഉണ്ടാകും, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാകും. അത് ശരിയാണല്ലോ. ചാർജ് അറ്റ് റെസ്റ്റിലാണെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. ഏത് വെലോസിറ്റി ചലിച്ചാലും ചലിച്ചില്ലെങ്കിലും ഇലക്ട്രിക് ഫോഴ്സ് EQ അത് പ്രസൻറ്റ് ഉണ്ട്. പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സ് ചലിക്കുമ്പോഴേ ഉണ്ടാവും. സ്റ്റാറ്റിക് ഫീൽഡ് ചാർജ് അറ്റ് റെസ്റ്റിലാണെങ്കിൽ അത് സീറോയാണ്. ഇവിടെ ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ചലിക്കുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രിക് ഫോഴ്സും ഉണ്ടെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഡി, Fe is an accelerating force, whereas Fm is purely a deflecting force. അതും ശരിയാ. മറ്റേത് സ്പീഡ് കൂട്ടിക്കൊടുക്കും ഇലക്ട്രിക് ഫോഴ്സ്, ആക്സിലറേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സ് പാത്തിൻ്റെ ഡയറക്ഷൻ മാറ്റുകയുള്ളൂ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ശരിയാണ്. ഡിഫ്ലക്റ്റ് ചെയ്യുക, പാത്തിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നു. സർക്കുലർ പാത്തിലുമൊക്കെ ആക്കുമല്ലോ. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സായിട്ട് ആണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുക. അത് ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ബിയാണ്. അടുത്ത ചോദ്യം, 2 thin parallel wires carry currents in opposite directions. The force exerted by one wire on the other, A, parallel to the magnetic field lines. Parallel to the magnetic field lines. ഫീൽഡ് ലൈൻസ് സർക്കുലറാണ്, ഓരോ വയറിലെ കറണ്ട് കൊണ്ടും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽഡ് ലൈൻസിന് പാരലാണെന്ന് പറയുമ്പോൾ ടാൻജൻറ്റിൽ കൂടെ എന്ന അർത്ഥം. അതല്ലല്ലോ ശരി.
ഒന്നുകിൽ ഈ വയേഴ്സ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും അല്ല റിപ്പൽ ചെയ്യും. ഫീൽഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, കറണ്ട് ഓപ്പോസിറ്റ് ആണെന്ന് റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ ലൈൻ ഓഫ് ഫോഴ്സിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഈ ഫോഴ്സ് വരിക. കമ്പിക്ക് ചുറ്റും സർക്കിളായിട്ടാണ് ലൈൻസ് ഓഫ് ഫോഴ്സ്. കമ്പികൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുക അല്ല റിപ്പൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസിൽ കൂടെ അല്ലേ വരണ്ടേ, അല്ലെ സർക്കിളിന് പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. ടാൻജൻഷ്യലായിട്ടാണെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, സർക്കുലർ ആ ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഫീൽഡ് ലൈൻസിന് പാരലൽ എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ ടാൻജൻറ്റിൽ കൂടെ. അതല്ല. ബി പെർപെൻഡിക്കുലർ ടു ദി ഫീൽഡ് ലൈൻസ് ആൻഡ് അട്രാക്റ്റീവ്. കറണ്ട് ഓപ്പോസിറ്റാന്ന് പറയുന്നുണ്ട്. ഓപ്പോസിറ്റ് കറണ്ടാണ് റിപ്പൾഷനാണ് വരേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. സി പെർപെൻഡിക്കുലർ ടു ദി ഫീൽഡ് ലൈൻസ് ആൻഡ് റിപ്പൾസീവ്, അതാണ് ശരി. നാലാമത്തെ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വയേഴ്സ്, അത് തെറ്റാണ്. കാരണം എഫ് ഈക്വൽസ് μ0/4π × 2I1I2/d. ഡി സ്ക്വയർ ഇല്ല, ഡിയേ ഉള്ളൂ. ഇവിടെ ഡി സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പോൾ തെറ്റ്. അപ്പോൾ ചോയ്സ് സി. അനദർ വൺ, ദി ഫോഴ്സ് ഓൺ ദി ലെങ്ത് എലമെൻറ്റ് DL at point P in the conducting circular loop in the figure is A. outward along OP, B. inward along OP, ഫിഗർ തന്നിട്ടുണ്ട്. C. out of the plane of the figure, D. tangential to the loop at P. ഇത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദി പേപ്പറാണ്. ഇത് കറണ്ട് ഒഴുകുന്ന ഒരു കമ്പി, ഒരു ലൂപ്പ്, അതിലൊരു ലെങ്ത് എലമെൻ്റാണ് DL at P. ഇതിലുള്ള ഫോഴ്സ് അത് മോട്ടോർ ഫോഴ്സാണ്, LMP റൂള്. കാരണം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സിൻ്റെ ടിപ്പ് വെളിയിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇടത്ത് കൈയുടെ ഉള്ളം കൈ വന്ന ഈ ടിപ്പ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആരോയുടെ ടിപ്പ് മുട്ടത്തക്ക വണ്ണവും കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇതിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അത് ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. ഇങ്ങനെ കറണ്ട്. അപ്പോൾ ഈ DL കറണ്ട് അപ്പം മുകളിലോട്ട് വരും. അപ്പം 4 വിരൽ മുകളിലോട്ട് നിൽക്കണമെങ്കിൽ തള്ള വിരൽ എങ്ങോട്ടാ എന്ന് നോക്കിയാൽ മതി. ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ ആ കറണ്ട് ഒഴുകുന്നത്. ഞാൻ മാർക്ക് ചെയ്യാൻ ആരോ ഇടാൻ വിട്ടുപോയി, ഐ എം സോറി. അപ്പോൾ ഇങ്ങോട്ടാ കറണ്ട് എങ്കിൽ ഈ DL കറണ്ട് അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട്. അപ്പോൾ ഇടത്ത് LMP, ലെഫ്റ്റ് മോട്ടോർ പാം, ലെഫ്റ്റ് പാം. അതിൻ്റെ ഞാൻ ഈയിടെ ചോദ്യം പറഞ്ഞു, അതിന് മുമ്പ് കൊണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ 4 വിരൽ വരത്തേക്കാണ് ഇടത്ത് കൈ. അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ ഫീൽഡ് വെക്ടറിൻ്റെ ടിപ്പ് വന്ന് മുട്ടത്തക്കവണ്ണം പിടിക്കുക. എങ്കിൽ തള്ള വിരൽ എങ്ങോട്ട് നിൽക്കുന്നോ അങ്ങോട്ടാണ് ഇത് കിട്ടുന്ന ഫോഴ്സ്. ഇവിടെ ഇപ്പോൾ ഔട്ട്വേർഡ് എലോങ് OP, അതാണ് ചോയ്സ്. കറണ്ട് തിരിച്ചാണ് ഇൻവേർഡ് എന്ന് വരും. സംഗതി ഓർത്തിരിക്കുക. ആ റൂൾ അറിയാമെങ്കിൽ കറണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ആൻസർ അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ദറ്റ്സ് ഈസി. ഇവിടെ ഇപ്പം ഞാൻ കറണ്ടോ പറഞ്ഞ പോലെ എടുക്കുക.
അടുത്തത്, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ചാർജ്? മാഗ്നറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് എന്നുള്ള അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ചോയ്സസ്: ആംപിയർ മീറ്റർ സ്ക്വയർ, ബി കുളമ്പ് സെക്കൻഡ്, സി ആംപിയർ, ഡി ആംപിയർ മീറ്റർ. ഡി ആണ് ആൻസർ, ആംപിയർ മീറ്റർ. മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ആംപിയർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ചാർജ് അതിന് പോൾ സ്ട്രെങ്ത്, ബാർ മാഗ്നറ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പോൾ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. മാഗ്നറ്റിക് ചാർജ് എന്ന ജനറലായിട്ടുള്ള പേര്. അതിൻ്റെ യൂണിറ്റ് ആംപിയർ മീറ്റർ. അനദർ വൺ, which of the materials given below requires the least magnetic field strength to magnetize it? A. Nickel, B. Copper, C. Tungsten, D. Stainless steel. ഏറ്റവും കുറഞ്ഞ ശക്തി കുറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് മാഗ്നറ്റൈസ് ചെയ്യണമെങ്കിൽ, മാഗ്നറ്റ് ആക്കണമെങ്കിൽ ഏറ്റവും നല്ല ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ് വേണ്ടത്. ഈ തന്നിരിക്കുന്നതിൽ നിക്കൽ മാത്രമേ ഉള്ളൂ ഫെറോ മാഗ്നറ്റിക്. അപ്പോൾ നിക്കലാണ് ആൻസർ. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ എൻട്രൻസിലൂടെ പോസിറ്റീവ് പ്ലേലിസ്റ്റിലുണ്ട്, അതിലിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആവശ്യക്കാർക്ക് നോക്കി പഠിക്കാം. താങ്ക് യു.